ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിറന്നാളുകാരനൊപ്പം ഇരുന്നേ നമുക്ക് ഒത്തിരി ഭക്ഷണം കഴിക്കാം. നേരിട്ട് അവന് വന്നേ വിളിക്കാൻ ഒരു മടിയുണ്ട്. അല്ല ഇനിയിപ്പം ഭാമ എങ്ങനെ പെരുമാറുമെന്ന് അവൻ അറിയത്തില്ലല്ലോ. ഞാനേ അവൻ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവന്റെ ഭാര്യ ഒരുക്കുന്ന പിറന്നാൾ സദ്യ ഉണ്ണണം അല്ലേ? ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങണോ? അയ്യോ, മോളോട് ഞങ്ങൾ അങ്ങനെ പറയൂ. ആ, രാജീവും കൂടി വന്നിട്ട് അവരുമായി രമ്യതയിൽ പോണോന്നേ അച്ഛൻ പറയുന്നുള്ളൂ. ദാ അമ്മയെ പറയുന്നത് കേട്ട് മിണ്ടായിരിക്കുന്ന ആളല്ല രാജീവ്. വിദ്യാഭ്യാസമുണ്ട്, ലോക വിവരമുണ്ട്. നിന്റെ കയ്യിൽ നിന്ന് വരുന്ന ഒരു തെറ്റുകൊണ്ട് അവിടെ ആർക്കും ഒന്നും സംഭവിക്കരുത്, അത്രേ അച്ഛൻ പറയുന്നുള്ളൂ. അച്ഛൻ പറഞ്ഞത് തന്നെയാ ഇക്കാര്യത്തിൽ എനിക്കും പറയാനുള്ളത്. രാജീവ് ഇപ്പൊ ഈ അമ്മയോട് കാണിക്കുന്ന ഇഷ്ടക്കേട് മാറാൻ നിന്റെ കയ്യിൽ നിന്ന് വരുന്ന ചെറിയൊരു തെറ്റ് മതി. അങ്ങനെ ഒരു തെറ്റ് മോളുടെ ഭാഗത്ത് നിന്ന് വരാതെ മോള് നോക്കണം. ആണുങ്ങളുടെ മനസ്സാ, ചെറിയൊരു കാര്യം മതി നമ്മളിൽ നിന്ന് മാറിപ്പോവാൻ. അച്ഛനും അമ്മ എന്താ ഇത്രയും വൈകിയത്? ഞങ്ങളോട് ഒരുങ്ങിയിരിക്കണം, എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞിട്ട്. പാർക്കിലോ ബീച്ചിലോ പോവാനാണെന്നോർത്ത് ഞങ്ങൾ അപ്പം മുതൽ റെഡി ആയിരിക്ക. കാണാത്തതുകൊണ്ടാ ബുക്ക് എടുത്ത് എഴുതാൻ തുടങ്ങിയ. എന്നാ പിന്നെ ബുക്കൊക്കെ മടക്കി വെച്ചിട്ട് പോവാറിങ്കോ. പിന്നെ പാർക്കിലും ബീച്ചിലും ഒന്നും അല്ല, നമ്മള് പുതിയതായിട്ട് എടുത്ത വാടക വീട്ടിലേക്കാ പോകുന്നേ. വാ വാ വാ, പറഞ്ഞുതരാം, വാ. മോളെ, അമ്മ പറയുന്നത് എന്താന്ന് മോക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ല, നിങ്ങൾ എവിടെയോ കറങ്ങാൻ പോവാന്നൊക്കെ പറഞ്ഞു. ആ, അത് ശരി. ഇവര് ആ ഒരു പൂതിയും വെച്ചോണ്ടായിരിക്കുന്നെ. ഞങ്ങള് പക്ഷെ പുതിയ വാടക വീട്ടിലേക്ക് താമസം മാറിയാലോ എന്ന് ആലോചിക്കുക. അയ്യോ മോളെ, ഇപ്പൊ സന്ധ്യ ആവാറായില്ലേ? ഈ സമയത്തിന് അങ്ങോട്ട് അതിൽ കാര്യമൊന്നുമില്ല, പാല് കാച്ച ചടങ്ങൊക്കെ നടത്തിയതല്ലേ. അല്ല അത് മാത്രമല്ല, എത്ര ദിവസം എന്ന് പറഞ്ഞാൽ അവിടെ അടച്ചിടുക. പിന്നെ ജോലി കഴിഞ്ഞ് വരുമ്പോ എന്തായാലും ഈ സമയമാവും. അപ്പൊ എപ്പോഴായാലും വൈകിയേ ചെല്ലാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ ഞായറാഴ്ച ആവണം. അന്നാണെങ്കിൽ 100 കൂട്ടം കാര്യങ്ങളാ. ചളി പിന്നെ ഇറങ്ങാം. പിന്നെ എന്തെങ്കിലും എടുക്കാണ്ടെങ്കിൽ എടുത്തോ. അല്ല മോളെ, നിങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞു വരുമ്പോ ഈ സമയാവൂലേ? അപ്പൊ അതുവരെ മക്കളെ ആര് നോക്കും? അതിനൊക്കെ ഞങ്ങൾ അവിടെ ഒരാളെ കണ്ടിട്ടുണ്ടമ്മേ. ആ ജയശ്രീ നല്ല സ്നേഹമുള്ള കുട്ടിയാ. കുട്ടികളുടെ കാര്യങ്ങളൊക്കെ അവള് നോക്കിയോളും. എന്നാലും കുട്ടികളെയും വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ ഇറങ്ങണോന്ന് പറയുമ്പോ എപ്പോഴായാലും ഇറങ്ങണ്ടേ? പിന്നെ ഇവിടെ അടുത്ത് തന്നെയാണല്ലോ, അങ്ങോട്ടാണേലും ഇങ്ങോട്ടാണേലും എപ്പോഴും പോയും വരെയൊക്കെ ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ അവിടെ നിന്ന് നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. ഹലോ, എന്തെങ്ങനെ നോക്കിക്കണേ? കൊണ്ടുപോകാനൊക്കെ എടുത്തേക്ക്. പിന്നെ രണ്ടുപേരും കൂടി അവിടെ ചെന്നിട്ട് അത് എടുത്തില്ല ഇത് എടുത്തില്ല എന്ന് പറയാൻ നിൽക്കല്ലേ. ഹാ, വാ വാ വാ, അല്ലെങ്കിൽ അച്ചെടുത്തരാം. വാ ശാലിനി, ഒന്ന് മോളെ, ഇന്നിനിപ്പം രാവിലെ പോയപ്പോരെ? അല്ല അത് ആ, ചെല്ല് ചെല്ല് ചെല്ല്. ഗോവരട്ടാ. എടി, അവരൊറ്റയ്ക്ക് ജീവിക്കട്ടെ, എങ്കിലേ അത് ജീവിതാകൂ. നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, എങ്കിലേ ജീവിതം എന്താണെന്ന് അവർ പഠിക്കൂ. ഭാമേ, ഭാമേ. ഹോ, തുടങ്ങി.
എന്തെങ്കിലും പണിയെടുത്തോണ്ടിരിക്കുമ്പോ ഇത് സ്ഥിരം പരിപാടിയാ. എന്തെങ്കിലും ചായയോ മറ്റോ ചോദിക്കാനാണെങ്കിൽ അത് പറയില്ല. അതിന് ഞാൻ അടുത്തോട്ട് ചെല്ലണം. ഭാമേ, ദേ ഞാൻ വരുന്നോ? ഇങ്ങോട്ട് വാ, പെട്ടെന്ന് വാ. ആ ദേ, ഇയാൾ വന്നേക്കുന്നതേ കുറച്ചധികം സാധനം മേടിച്ചിട്ടുണ്ടാ. അതെന്തിനാ അധികം സാധനങ്ങൾ മേടിച്ചത്? ഞാൻ പറഞ്ഞ സാധനങ്ങൾ മാത്രം മേടിച്ചാ പോരായിരുന്നോ? അപ്പൊ പിന്നെ വീണ്ടും ഒന്നുകൂടെ കടയിൽ പോകേണ്ടി വരില്ലേ? നാളെ വിഷ്ണു കുച്ചിന്റെ പിറന്നാളല്ലേ? പായസത്തിനുള്ള സേമിയ കൂട്ടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പിറന്നാളുകാരൻ വീട്ടിലില്ലാതെ എന്താ ആഘോഷം? പിള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അങ്ങനെ അല്ലല്ലോ സത്യമേ നമ്മളിവിടെ ചെയ്യുന്നത്. എന്ത് ആഘോഷമായിട്ടാ നമ്മളിവിടെ ഓരോ പിറന്നാളും ആഘോഷിച്ചത്? അത് ഇത്തവണയെ ആഘോഷിക്കണം. എന്റെ സന്തോഷം ആഘോഷം എല്ലാം അവന് ഇവിടുന്ന് ഇറങ്ങിയപ്പോ അവസാനിച്ചു. ഇനി അതൊന്നും തിരിച്ചു കൊണ്ടുവരാനാവില്ല. ശ്രമിച്ചാലും നടക്കില്ല. സദ്യ ഒരുക്കേണ്ടതും സന്തോഷം പങ്കിടേണ്ടതും പിറന്നാളുകാരന്റെ ഒപ്പമാ. അതാ അതിന്റെ ശരി. അങ്ങനെയാണെങ്കിൽ ഇയാൾ വന്നേക്കുന്നത് മറ്റൊരു ദൂതും കൊണ്ടാ. വിഷ്ണുവിന്റെ വാടക വീട്ടിലെ നാളെ പിറന്നാൾ സദ്യ ഒരുക്കുവാന്ന്. നമ്മൾ കണ്ട് ചെല്ലണമെന്നേ അവൻ പിള്ളേ ചട്ടം കെട്ടി പറഞ്ഞു വിട്ടേക്കുവാ. പിറന്നാളുകാരൻ്റെ ഒപ്പം ഇരുന്നേ നമുക്ക് ഇത്തിരി ഭക്ഷണം കഴിക്കാം. നേരിട്ട് അവന് വന്നേ വിളിക്കാൻ ഒരു മടിയുണ്ട്. അല്ല, ഇനിയിപ്പം ഭാമ എങ്ങനെ പെരുമാറുമെന്ന് അവൻ അറിയത്തില്ലല്ലോ. ഞാനേ അവൻ താമസിക്കുന്ന സ്ഥലത്ത് പോയി അവന്റെ ഭാര്യ ഒരുക്കുന്ന പിറന്നാൾ സദ്യ ഉണ്ണണം, അല്ലേ? രാഘവേട്ട, എങ്ങനെ രാഘവേട്ടൻ എന്നോട് ഇത് പറയാൻ തോന്നി? ഭാമയെ കുറിച്ച് രാഘവേട്ടൻ എന്താ മനസ്സിലാക്കി വെച്ചിരിക്കുന്നേ? ഇത്രയും നാൾ ഒന്നിച്ചു കഴിഞ്ഞതല്ലേ, എന്നിട്ടും എന്നെ മനസ്സിലാക്കാൻ പറ്റിയില്ലെന്നാണോ? അതോ ഈ അവസ്ഥ കണ്ട് ഞാൻ സ്വയം നീറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണോ? എന്തായാലും ശരി, സത്യഭാമയ്ക്ക് അന്നും ഇന്നും ഒറ്റ വാക്കേ ഉള്ളൂ. പട്ടിണി കിടന്ന് ചത്താലും അവളുടെ അടിമച്ചോറ് തിന്നാൻ ഈ സത്യഭാമയെ കിട്ടില്ല. പിള്ളേ, മേലാൽ ഇതുപോലുള്ള അവന്റെ വക്കാലത്ത് കൊണ്ട് വന്ന ആദ്യം ഇവിടുന്ന് പുറത്താകുന്നത് താനായിരിക്കും. അവനിപ്പോഴേ അമ്മയുടെ വാക്കിനല്ല വില, കളക്ടറുടെ വാക്കിനാ. ആ തന്തയില്ലാത്ത കൊച്ചിന് തന്തയാകാൻ വേണ്ടിയല്ലേ അവനിപ്പോ ഒന്നിച്ചു പോയി അവളുടെ കൂടെ താമസിക്കുന്നത്. താമസിക്കട്ടെ, താമസിക്കട്ടെ. നാണവും മാനവും വിറ്റ് ജീവിക്കാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവര് അങ്ങനെ പലതും കാണിക്കും. അതിനൊപ്പം തുള്ളാനൊന്നും ഈ സത്യഭാമയെ കിട്ടില്ല. എടോ, അതിന് താനിങ്ങനെ ഇടന്ന് ഒച്ച വെക്കത്തില്ലടോ. അവൻ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞു, അത് പിള്ളി ഇവിടെ ഒന്ന് പറഞ്ഞു. നമുക്കിഷ്ടമല്ലേ പോകണ്ട, അത്രയുള്ള കാര്യം.